കഴിഞ്ഞ ലെസണിൽ നമ്മൾ നോമിനേറ്റീവ് കേസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് റിലേറ്റീവ്സ് ആസ് എ ഇൻ അക്യൂസേറ്റീവ് കേസ്. റിലേറ്റീവ്സ് ആസ് പൊതുവെ ഉപയോഗിക്കുന്നത് മോർ അട്രാക്റ്റീവായ കോംപ്ലക്സ് സെൻറ്റൻസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിനായി ഉപയോഗിക്കുന്നത് റിലേറ്റീവ് പ്രോണോമൻ. റിലേറ്റീവ് പ്രോണോമൻ ഉപയോഗിച്ച് രണ്ട് സിമ്പിൾ സെൻറ്റൻസുകൾ കമ്പൈൻ ചെയ്ത് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ഫോം ചെയ്യുന്നു. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ തന്നെയാണ് റിലേറ്റീവ് പ്രോണോമനായിട്ട് ഉപയോഗിക്കുന്നത്. അക്യൂസേറ്റീവ് കേസിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് മസ്കുലിൻ ഡൻ, ഫെമിനിൻ ഡി, ന്യൂട്രൽ ദസ് ആൻഡ് പ്ലൂറൽ ഡി. നോമിനേറ്റീവ് കേസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ മസ്കുലിൻ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. മസ്കുലിൻ ഡർ എന്നത് ഡൻ ആയി മാറുന്നു. Now I explain you this topic with the help of suitable examples. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത റിലേറ്റീവ്സ് ആസ് എ നോമിനേറ്റീവ് കേസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഒരു സെൻറ്റൻസ്, ഇഷ് ഹാവ് എ einen neuen Computer. I have a new computer. Another sentence, der Computer ist sehr schnell. The computer is very fast. അപ്പോൾ ഈ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ അകത്ത് മെയിൻ നൗൺ അല്ലെങ്കിൽ ആങ്കർ നൗണായിട്ട് ആക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്. അപ്പോൾ അതിൻ്റെ ജെൻഡർ എന്ന് പറയുന്നത് മസ്കുലിൻ. അടുത്ത സെൻറ്റൻസിൽ ആ കമ്പ്യൂട്ടർ റിപ്പീറ്റായിട്ട് വന്നിരിക്കുകയാണ്. അത് സബ്ജക്റ്റായിട്ട് വന്നതുകൊണ്ടാണ് ഇതിനെ നോമിനേറ്റീവ് കേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ കമ്പ്യൂട്ടറിനെ മസ്കുലിൻ്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ഡർ ഉപയോഗിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ആ സെൻറ്റൻസ് ഇങ്ങനെയായിരിക്കും, ഇഷ് ഹാബ് എ einen neuen Computer, der sehr schnell ist. I have a new computer that is very fast. അപ്പോൾ ഇവിടെ മെയിൻ നൗണായിട്ട് ആക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്. അത് മസ്കുലിനാണ്. അതുകൊണ്ട് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ഡർ ഉപയോഗിച്ചു ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായിട്ടാണ് കമ്പ്യൂട്ടർ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നോമിനേറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റിലേറ്റീവ്സ് ആസ് എ അക്യൂസേറ്റീവ് കേസ് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇഷ് ഹാബ് എ einen neuen Computer gekauft. I have bought a new computer. Another sentence, ich finde ihn sehr schnell. I find it very fast. അപ്പം ആദ്യത്തെ സെൻറ്റൻസിൻ്റെ മെയിൻ നൗൺ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. അപ്പോൾ അതിൻ്റെ ജെൻഡർ എന്ന് പറയുന്ന മസ്കുലിനാണ്. അപ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡൻ ആണ്, ബിക്കോസ് ഇത് അക്യൂസേറ്റീവ് കേസാണ്. അടുത്ത സെൻറ്റൻസിൽ ആ കമ്പ്യൂട്ടറിനെ റീപ്ലേസ് ചെയ്ത് വന്നിരിക്കുന്ന ഇൻ. അപ്പോൾ ആ സെൻറ്റൻസിൽ അത് ഒബ്ജക്റ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഒബ്ജക്റ്റ് എന്ന് പറയുന്ന പോസിബിലിറ്റി രണ്ട് രീതിയിലുണ്ട്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുമ്പോൾ അത് അക്യൂസേറ്റീവ് കേസ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുമ്പോൾ അത് ഡേറ്റീവ് കേസ്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. വാട്ട് ഐ ഫൈൻഡ് വെരി ഫാസ്റ്റ്. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി, ഇറ്റ് അല്ലേ. അപ്പോൾ ഇറ്റ് എന്ന് പറയുന്നത് അവിടെ കമ്പ്യൂട്ടറാണ്. അപ്പം എന്തിനെയാണ് ഞാൻ മനസ്സിലാക്കിയത് വളരെ ഫാസ്റ്റായിട്ട്. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി, അത് കമ്പ്യൂട്ടറാണ്. സോ അതൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അക്യൂസേറ്റീവ് കേസാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ സെൻറ്റൻസ് ഒരു മാറ്റവും ഇല്ല, അതുപോലെ എഴുതും. രണ്ടാമത്തെ സെൻറ്റൻസ് ഡെൻ ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യും. ഇന്നിന് പകരമായിട്ടായിരിക്കും നമ്മൾ ഡെൻ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ആ സെൻറ്റൻസ് റിമൈനിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്യും. വെർബ് വിൽ ഗോ അറ്റ് ദി എൻഡ്, ബിക്കോസ് നേമൻ സാറ്റ്സെ ആയിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വെർബ് ലാസ്റ്റിലേക്ക് പോകും. ഇഷ് ഹാബ് എ einen neuen Computer gekauft. ഡെൻ ഈസ് sehr schnell finde. ഇനി അടുത്തൊരു സെൻറ്റൻസ്, ദസ് ist die Frau, this is the woman. Another sentence, ich habe sie gestern besucht. I visited her yesterday. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സെൻറ്റൻസിലെ മെയിൻ നൗൺ എന്ന് പറയുന്നത് ഫ്രൗ ആണ്. അപ്പോൾ അതിൻ്റെ ജെൻഡർ എന്ന് പറയുന്നത് ഫെമിനിൻ ആണ്. സോ നമ്മൾ ബെസ്റ്റ് ഇംപ്റ്റഡ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്ന ഡി ആണ്. അടുത്ത സെൻറ്റൻസിൽ ആ ഫ്രൗവിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന പ്രോനൗൺ എന്ന് പറയുന്ന സി, അല്ലെങ്കിൽ അത് ഹെയർ ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പം ആ സി എന്ന് പറയുന്ന ആ സെൻറ്റൻസിലെ ഒബ്ജക്റ്റാണ്. അപ്പം
ഇത് നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് അതുപോലെ നമ്മൾ എഴുതുന്നു, രണ്ടാമത്തെ സെൻറ്റൻസ് ഡി ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നു, ഡി റീപ്ലേസ് ചെയ്യുന്ന സീനെയാണ്, ബാക്കി ആ സെൻറ്റൻസ് അതുപോലെ നമ്മൾ പൂരിപ്പിക്കുന്നു, വെർബ് ലാസ്റ്റിലേക്ക് പോകുന്നു. ദസ് ഇസ്റ്റ് ഡി ഫ്രൗ, ഡി ഈസ് ഗസ്റ്റേൺ ബസൂറ്റ് ഹാബെ. ദിസ് ഈസ് ദ വുമൺ ഹും ഐ വിസിറ്റഡ് യെസ്റ്റർഡേ. ഇനി അടുത്തൊരു സെൻറ്റൻസ്, ദസ് ഇസ്റ്റ് ദസ് ബുക്ക്, ദിസ് ഈസ് ദ ബുക്ക്. ഇഷ് ലേസെ എസ് ഗറാഡെ, ഐ ആം റീഡിങ് ഇറ്റ് റൈറ്റ് നൗ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ മെയിനായ നൗൺ എന്ന് പറയുന്ന ബുക്ക്, അപ്പോൾ അതിൻ്റെ ജെൻഡർ എന്ന് പറയുന്നത് ന്യൂട്രലാണ്. അപ്പോൾ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് ദസ് ആയിരിക്കും. ഇഷ് ലേസെ എസ് ഗറാഡെ, അപ്പോൾ ആ സെൻറ്റൻസിൽ ആ ബുക്ക് വന്നിരിക്കുന്ന ഒബ്ജക്റ്റായിട്ടാണ്, അത് ഡയറക്റ്റ് ഒബ്ജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ബുക്കിനെ റീപ്ലേസ് ചെയ്ത അതിൻ്റെ പ്രോനൗണായ എസ് ആണ്. അപ്പം നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് അതുപോലെ തന്നെ എഴുതുക, രണ്ടാമത്തെ സെൻറ്റൻസ് ദസ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യും, അത് എസ്സിന് പകരമായിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ദസ് ഈസ്റ്റ് ദസ് ബു, ദസ് ഈഷ് ഗറാഡെ ലേസെ, ദിസ് ഈസ് ദ ബുക്ക് ദാറ്റ് ഐ ആം കറൻ്റ്ലി റീഡിങ്. അപ്പം രണ്ടാമത്തെ സെൻറ്റൻസ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു, വെർബ് ലാസ്റ്റിലേക്ക് പോകുന്നു. ഇനി അടുത്ത സെൻറ്റൻസ്, ഇഷ് കെന്നെ ഡി ലോയിറ്റെ, ഐ നോ ദ പീപ്പിൾ, ഡു ഹാസ് സി ഗസ്റ്റേൺ അൺഗറൂഫൻ, യു കോൾഡ് ദം യെസ്റ്റർഡേ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ അകത്ത് മെയിൻ നൗൺ എന്ന് പറയുന്ന ലോയിറ്റെ, അപ്പോൾ അത് പ്ലൂറലാണ്, അതുകൊണ്ട് അവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡി ആണ്. അടുത്ത സെൻറ്റൻസിൽ ലോയിറ്റയ്ക്ക് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പ്രോനൗൺ എന്ന് പറയുന്നത് സി അല്ലെങ്കിൽ ദം, അപ്പം അതവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് അക്യൂസേറ്റീവ് കേസാണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നമ്മൾ അതുപോലെ തന്നെ എഴുതുന്നു, ഇഷ് കെന്നെ ഡി ലോയിറ്റെ, ഡി ഡു ഗസ്റ്റേൺ അൺഗറൂഫൻ ഹാസ്റ്റ്. സിക്ക് പകരമായി നമ്മൾ ഡി എന്ന് ഉപയോഗിച്ചു, അതോടൊപ്പം തന്നെ വെർബ് ലാസ്റ്റിലേക്ക് മൂവ് ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.